ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എയർ പ്ലാന്റ്സ് നമ്മുടെ വുഡിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സ്പാനിഷ് മോസും അതുപോലെ മറ്റൊരു എയർ പ്ലാന്റ് കൂടിയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സ്പാനിഷ് മോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ടായിരുന്ന പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എയർ പ്ലാന്റ്സുകളാണെങ്കിൽ ഒരു മീഡിയവും വേണ്ടാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണ്. അപ്പോൾ വെള്ളം മാത്രം 2 നേരം നമ്മൾ നല്ല രീതിയിൽ വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി എയർ പ്ലാന്റ്സുകൾ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല റേറ്റുമാണ് ഈ ഒരു എയർ പ്ലാന്റ്സുകൾക്ക്. എന്നാൽ നമ്മൾ ഇതുപോലുള്ള എയർ പ്ലാന്റ്സുകൾ 1-2 വാങ്ങി കളക്ട് ചെയ്താൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ വളരെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതുപോലുള്ള ഉണങ്ങിയ വുഡ് പീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനും പറ്റിയ ഒരു പ്ലാന്റാണ് എയർ പ്ലാന്റ്. ഇപ്പോൾ ഇത് ഒരു ചെറിയ നൂലോ എന്തെങ്കിലും ഉപയോഗിച്ച് 2 സൈഡിലും ഈ ഒരു വുഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഞാൻ ഈ സ്പാനിഷ് മോസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് മറ്റേ ആ ചെറിയ എയർ പ്ലാന്റ് സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലും ഇതുപോലെ സ്പാനിഷ് മോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പാനിഷ് മോസിലെ ടിലാൻസിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചെറിയ തൈകൾ 3 എണ്ണം അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്താണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഒരു നൂലുപയോഗിച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നൂല് കെട്ടുന്നതുകൊണ്ട് ഒരു ഭംഗിക്കുറവൊക്കെ ഉണ്ടാകും. അതിൽ പെട്ടെന്ന് തന്നെ റൂട്ടുകളൊക്കെ ഈ ഒരു വുഡിൽ പിടിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഈ കെട്ടിയിരിക്കുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ഈ ഒരു ടിലാൻസിയ പ്ലാന്റ് കൂടി നമ്മളിതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു എയർ പ്ലാന്റുകളിൽ ഫ്ലവറും ഉണ്ടാകാറുണ്ട്. വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഇതിൽ തന്നെ വയലറ്റ് കളറിലുള്ള ഫ്ലവറും റെഡ് കളറിലുള്ളതും ഒക്കെ ഉണ്ട്. ഇതിൽ എൻ്റെ കയ്യിൽ 2 വെറൈറ്റി ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണുള്ളത്. അപ്പോൾ 2 നിന്നും ഓരോന്ന് വെച്ച് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്ലാന്റും നമ്മളതിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റുകൾ നമ്മളെപ്പോഴും തണലത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. തണലത്ത് സെറ്റ് ചെയ്ത് 2 നേരം നനച്ചു കൊടുക്കണം. അതുപോലെ മഴ അധികം ആവരുത്. അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞു പോകും. ഇത് ചീഞ്ഞു പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഒരു ഡാമേജും കാണത്തില്ല പ്ലാന്റിൻ്റെ. പക്ഷേ അടിഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ചീഞ്ഞ് പ്ലാന്റ് പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത്. 2 നേരം നമ്മൾ നനച്ചു കൊടുത്ത് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഷെയ്ഡുള്ളൊരു ഏരിയയിലേക്ക് ഒന്ന് ഹാങ് ചെയ്തിടണം.